ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ വന്നൊരു ഫേക്ക് കോളിനെ കുറിച്ച്, ഒരു ഫേക്ക് കോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ പറ്റിപ്പിൽ ഏർപ്പെടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയപ്പോൾ എനിക്കൊരു കോൾ വന്നു. അതായത് 911 അങ്ങനെ സസ്പെക്റ്റഡ് ജങ്ക് കോൾ പോലത്തെ ഒരു കോളായിരുന്നില്ല, സാധാ ഒരു നമ്പറിൽ നിന്നായിരുന്നു, നമുക്ക് വിശ്വസനീയമായിട്ടൊരു നമ്പറിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 9187 സംതിങ്. അപ്പം അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വല്ല ഓർഡേഴ്സ് കോൾസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ എടുത്തപ്പോൾ ആള് പറഞ്ഞു, ഒരു മെനക്കെട്ട ഒരു ഇംഗ്ലീഷ് ആയിരുന്നു അത് ആക്ച്വലി എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പറയില്ലേ, അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ്. ഞാൻ ആ ഇംഗ്ലീഷ് ഒന്ന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം ആള് വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതൊരു 1 ടൈം വെരിഫിക്കേഷൻ മീഷോയിൽ നിന്ന് വിളിക്കണതാണ്, മാഡം മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ഓർഡർഡ് പ്രൊഡക്റ്റ്. ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതും പറയുന്നതും. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൾക്ക് എങ്ങനെയാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത് എന്നുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, ഏത് വഴിയാണ് എൻ്റെ ഫോൺ നമ്പർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആൾക്ക് പ്രൊഡക്റ്റ് ഏതാണെന്നറിയില്ല, എത്ര രൂപയ്ക്കാന്ന് മേടിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പം എത്താറായി, അപ്പോൾ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്യാൻസലേഷൻ ആയി, അപ്പോൾ അത് നമ്മൾ റീഫണ്ട് തരാം, അങ്ങനെ എന്തോ ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പം ഞാനാണെങ്കിൽ ഈ പച്ചക്കറിയുടെ പേയ്മെൻ്റ് ചെയ്യണേൻ്റെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് വിളിച്ചോട്ടെ, ഞാനൊരു ½ ആൻ അവർ കഴിഞ്ഞ് തിരിച്ച് വിളിക്കാം, വീട്ടിലെത്തിയിട്ട് സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ. കാരണം എന്തൊക്കെയോ ക്യാൻസലേഷനെ കുറിച്ച് പറയുന്നു, ഫണ്ടിങ്ങോട് വരും, പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഒരിക്കലും ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആളാണ് പറയണത്. അപ്പോൾ എന്തോ കാര്യമായിട്ടാണ്, മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, നോ, ഇറ്റ്സ് എ 1 ടൈം വെരിഫിക്കേഷൻ, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയ്യിലുള്ള ക്യാഷൊക്കെ ആളുടെ കയ്യിൽ കൊടുത്തിട്ട്, ആക്ച്വലി അതൊരു തരത്തിലുള്ള ഒരു പ്രഷർ അടിപ്പിക്കലാണ്. നമ്മളെ ഇന്ന സമയത്തിനുള്ളിൽ വെരിഫിക്കേഷൻ ആണ്, പെട്ടെന്ന് ചെയ്യണം. അപ്പം നമ്മളാണെങ്കിൽ പാനിക്കായിട്ട് പെട്ടെന്ന് അയക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യും. പക്ഷെ ഞാനിതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, വാട്ട് ടൈപ്പ് ഓഫ് പോളിസി ഇസ് ഇറ്റ്, വൈ ഷുഡ് ഐ ഗിവ് യു മണി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇത് മീഷോന്നാണ്, ക്യാൻസലേഷൻ, ആൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ, ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ്, എത്ര രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്, എത്ര പ്രൊഡക്ട്സാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, 3 പ്രൊഡക്ട്സ് ആണ്, 1000 സംതിങ്ങിനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ 1000 ഇത്ര എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണം, അപ്പം ഞാനത് ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ തിരിച്ചയക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ക്യാൻസലേഷൻ കൊടുക്കില്ല, റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേന്ന്, റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണേന്നാണ് ആൾ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യണത്, അതായത് 1300 അയാൾക്ക് അയച്ചു കൊടുക്കണം, 30 സെക്കൻഡ് കഴിഞ്ഞാൽ ആളെനിക്ക് തിരിച്ചയക്കുന്നു. അപ്പോൾ ഇതെനിക്ക് എന്തോ ഒരു ഉടായ്പ തോന്നിയിട്ടുണ്ട്. അപ്പം തന്നെ ആളെന്നെ എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൂടെയാണോ നിങ്ങൾ മീഷോ പേയ്മെൻറ്റ് ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഗൂഗിൾ പേ. ഓക്കെ, ഞാൻ എന്നാൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പം ആളെ എനിക്ക് ഹായ് അയച്ചു, തിരിച്ച് എൻ്റെ അടുത്ത് ഹലോ അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഹലോ അയച്ചു. അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു ഫേക്ക് ആധാർ കാർഡ് പിന്നെ മീഷോന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാ. പെട്ടെന്ന് കണ്ട ഒരാൾ വിശ്വസിച്ചു പോകും, കാരണം അത്രയും എന്താ പറയുക, നമ്മളെ പ്രശ്നം അടിപ്പിക്കും. ഇപ്പൊ തന്നെ 1 ടൈം വെരിഫിക്കേഷൻ ആണ്, ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്യാറായി, അങ്ങനെയൊക്കെ പറയുന്ന ആള്. എന്നിട്ട് ഞാൻ ഈ ആധാർ കാർഡ് കണ്ടപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ച്, കണ്ട ഭയങ്കര ഫേക്ക് സാധനം. കാരണം ഒരാളും ഒരിക്കലും എന്താ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതെന്ന് അറിയില്ല, എത്ര രൂപയ്ക്കാണ് ഒന്നും ഓർഡർ ചെയ്യില്ല, ഒക്കെ എൻ്റെ വായെന്ന് ചോദിച്ചു, ഇത്ര വരെ ചോദിച്ചു. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് കത്തി തുടങ്ങി, ഓക്കെ ഇത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, വൈ ഷുഡ് ഐ സെൻഡ് യു ദാറ്റ് മണി, ഐ കാൻ സെൻഡ് ദാറ്റ് മണി ടു യു, ഹൗ വിൽ ഐ ട്രസ്റ്റ് യു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആധാർ കാർഡ് അയച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഒരു QR കോഡും ഞാൻ കാണിച്ചു തരാം, ഈ ഒരു QR കോഡ് എനിക്ക് അയച്ചു തന്നിരിക്കുക. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത് തട്ടിപ്പാട് പോവാനേ എന്നുള്ളത്. ആ പൈസ അയച്ചു കഴിഞ്ഞാൽ അപ്പാടെ പോയേനെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മീഷോ അങ്ങനത്തെ ആപ്പിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഫേക്ക് കോൾസുകളൊക്കെ വരും, നിങ്ങൾ സൂക്ഷിക്കണം, ഒരിക്കലും അങ്ങനെ അയച്ചു കൊടുക്കരുത്. അപ്പൊ സംഭവം എനിക്ക് തട്ടിപ്പാന്ന് വിചാരിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് ഇടാൻ പറ്റില്ല, ട്രസ്റ്റ്. അപ്പൊ തന്നെ ആളുടെ സ്വഭാവം മാറിയപ്പോ, നൗ ഓൺവേർഡ്സ് യുവർ ക്യാൻസലേഷൻ ഇസ് നോട്ട് അലൗഡ്, ഡു വാട്ടർ യു വേണം, അങ്ങനത്തെ ഒരു രീതിയിൽ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ച് എന്നിട്ട് ആൾ കട്ട് ചെയ്ത്. അപ്പം എനിക്ക് കൺഫേം, മറ്റേ സംശയം ഉണ്ടായിരുന്നു, അത് കൺഫേം ആയി. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ കുറേ ഉടായ്പ തട്ടിപ്പുകളുണ്ട് ഗൈസ്. നിങ്ങൾ അതിലൊന്നും കിടന്ന് പറ്റിക്കപ്പെടാണ്ട് നോക്കുക. നമുക്കൊരു
അങ്ങനെ അവർ ആ ടൈമിൽ നമുക്ക് പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും പെട്ടെന്ന് ചെയ്യണം, അങ്ങനെ വെപ്രാളപ്പെടുത്തവര്. അപ്പൊ എന്നെ പോലെ കുറച്ച് ഒരു ടെൻഷൻ ഉണ്ട്, എനിക്ക് ആണെങ്കിൽ കുറച്ച് വെപ്രാളം കൂടുതലാണ് എല്ലാ കാര്യത്തിലാണെങ്കിൽ, ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെടാണ്ട് നോക്കുക. പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ കുറെ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. എനിക്കുള്ള തട്ടിപ്പിന്റെ ഫസ്റ്റത്തെ കോളായിരുന്നു കേട്ടോ ഗൈസ് അത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ മീഷോയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ പൈസ പോയവരാണെങ്കിൽ ഇനി പോവാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. അപ്പം അത്രേ ഉള്ളൂ, ഇതൊന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, അവെയർ ആയിട്ട് ഇരിക്കുക, പറ്റിക്കപ്പെടാണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.